2021 ചോദിച്ച ചോദ്യങ്ങൾ എന്ന് മാത്രം നോക്കാം. ഇതില് ആദ്യത്തെ ചോദ്യം മെറ്റാമെറിസം കാണിക്കുന്നത് ഏത് എന്നാണ്. മെറ്റാമെറിസം എന്ന് കേട്ടാൽ നിങ്ങൾക്കറിയാം, ഒരു ഡൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ രണ്ട് ഭാഗത്തുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഡിഫറൻ്റ് ആയി വരണം അല്ലെ. ഡൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ കീറ്റോൺ ആവാം, അല്ലെങ്കിൽ സെക്കൻഡറി അമീൻ ആവാം, അതല്ലെങ്കിൽ ഈതർ ആവാം, അല്ലെങ്കിൽ തയോ ഈതർ ആവാം. ഇവർക്ക് ഈ നാലാളുകൾക്കും ഡൈവാലന്റ് ആണ് എന്ന് വെച്ചാൽ എന്താ, രണ്ട് ഭാഗത്തും വാലൻസി ഉണ്ട്. ആ രണ്ട് ഭാഗത്ത് ഇരിക്കുന്ന വാലൻസിയിലെ ആൽക്കൈൽ ഗ്രൂപ്പുകൾ മാറി മാറി വരുമ്പോഴാണ് മെറ്റാമെറിസം വരുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സെക്കൻഡറി അമീൻ ഞാൻ എടുക്കുക വിചാരിക്കുക, അതായത് എൻ ഈതൈൽ എത്തനമീൻ. ഈ പറയുന്ന സാധനത്തിന് എനിക്ക് വേണമെങ്കിൽ എന്താക്കാം, എൻ മീതൈൽ പ്രൊപ്പനമീൻ എന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകാം. ഇത് രണ്ടും സെക്കൻഡറി അമീനാണ് എന്ന് ഓർത്തിരിക്കണം. ഇതും ഒരു സെക്കൻഡറി അമീനാണ്, ഇതും ഒരു സെക്കൻഡറി അമീനാണ്. അതുകൊണ്ട് തന്നെ അത് ഫങ്ഷണൽ ഐസോമർ അല്ല. പക്ഷെ എന്താ വ്യത്യാസം? ആൽക്കൈൽ ഗ്രൂപ്പ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആർ ഡിഫറെൻറ്റ്. രണ്ട് ഭാഗത്തുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൽ വ്യത്യാസം വരാം. അങ്ങനെ വരുന്നവരെ മാത്രമേ നമ്മൾ മെറ്റാമെറിസം എന്ന് പറയുള്ളൂ. കീറ്റോണിന്റെ മെറ്റാമെറിസത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം, കീറ്റോണിന്റെ മെറ്റാമെറിസം പൊസിഷൻ ഐസോമർ കൂടിയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് പെൻറ്റെയിൻ 3 ആണ്, പെൻറ്റെയിൻ 2 ആണ്. പെൻറ്റെയിൻ 2 എന്ന കോമ്പൗണ്ടാണ്. എന്നാൽ നിങ്ങൾക്ക് അതിന്റെ മെറ്റാമർ എടുത്താൽ നിങ്ങൾക്ക് പെൻറ്റെയിൻ 3 എന്ന കോമ്പൗണ്ടിലേക്ക് പോകാൻ പറ്റും. അപ്പൊ പെൻറ്റെയിൻ 2 പെൻറ്റെയിൻ 3 എന്ന് പറയുമ്പോൾ പൊസിഷൻ ഐസോമർ അല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാം. ആണ്, പൊസിഷൻ ഐസോമറുമാണ്, മെറ്റാമറുമാണ്. എന്തുകൊണ്ടെന്നാൽ ഡൈവാലന്റ് ആയ കീറ്റോ എന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഈ ഭാഗത്തിരിക്കുന്നത് പ്രൊപ്പൈലും ഇവിടെ മീതൈലുമാണ്. എന്നാൽ ഇവിടെയാണെങ്കിൽ ഈതൈൽ എന്ന ഗ്രൂപ്പാണ് ഇരിക്കുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? അങ്ങനെ നോക്കുന്ന സമയത്ത് ഈതറിനും അതേപോലെ തന്നെ തയോ ഈതറിനും കാണാം. പക്ഷെ ഒന്നാമത്തെ ഓപ്ഷൻ കണ്ടിടണം നിങ്ങൾ ഒഴിവാക്കി കാണും. എന്തുകൊണ്ടെന്നാൽ അതുപയോഗിച്ച് നിങ്ങൾക്ക് പ്രൊപ്പനോൺ എഴുതാം, പ്രൊപ്പനാൾ എഴുതാം. പ്രൊപ്പനാൾ എന്ന് പറയുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം ആണ്. മാത്രമല്ല മിനിമം 4 കാർബൺ ആറ്റം എങ്കിലും ഇല്ലാതെ മെറ്റാമർ എഴുതാൻ പറ്റില്ല. ഒരു ഈതറിന് ഫോർ എക്സാമ്പിൾ 3 കാർബൺ ആറ്റം ഉപയോഗിച്ച് ഒരു ഈതറിന് മെറ്റാമർ എഴുതാനാവില്ല. കാരണം ഒരു ഭാഗത്ത് ഈതൈലും ഒരു ഭാഗത്ത് മീതൈലും മാറ്റിയിട്ടാലും ഈതൈലും തന്നെയല്ലേ വരുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഇവനും മെറ്റാമർ എഴുതാൻ പറ്റില്ല. മെറ്റാമർ എഴുതാൻ മിനിമം വേണ്ടത് 4 കാർബൺ ആറ്റമാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് മാറ്റി എഴുതാവൂ. ഇപ്പൊ ഈതോക്സി ഈതേനും അതുപോലെ തന്നെ മീതോക്സി പ്രൊപ്പേനും മെറ്റാമർ ആണ് എന്നുകൂടി ഓർത്തിരിക്കുക. സോ മെറ്റാമെറിസം ഈ പ്രാവശ്യം ചോദിച്ചാൽ നിങ്ങൾ തെറ്റിക്കരുത്. സോ ഇവിടെ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു, C4H10O. അതിൽ മീതോക്സി പ്രൊപ്പേനായിട്ടും ഈതോക്സി ഈതേനുമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും വരുന്ന ചോദ്യം ഇനി ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നാൽ ഞാനിനി ഒരിക്കലും തെറ്റിക്കില്ല എന്ന ഉറപ്പോടുകൂടി വേണം നോക്കാൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.